ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവലും പഴവും വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടായ നെയ്യിലേക്ക് ഞാനിവിടെ 1/4 കപ്പ് കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. നട്ട്സ് ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കടലയൊന്ന് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കടലിൻ്റെ കളറ് വല്ലാണ്ട് അങ്ങോട്ട് കറുത്ത് പോകാണ്ട് നോക്കണം. ഇപ്പോൾ അത് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ കടലും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ വറുത്ത കടലയും മുന്തിരിയും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ്ഡ് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്ത് കൊടുത്തതാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് പഴം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി, വല്ലാണ്ട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇനി എക്സ്ട്രാ നെയ്യ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പഴം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്, കളറൊന്നും ഒട്ടും ചേഞ്ച് ആയിട്ടില്ല. അപ്പം ഇനി നമുക്ക് ഈ വെന്ത പഴം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ പഴമൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് അവൽ വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഞാനിവിടെ 1 കപ്പ് അവൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അവലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഒട്ടും കളറൊന്നും ചേഞ്ച് ആവാണ്ട് നല്ല ക്രിസ്പിയായി കിട്ടുന്നവരെ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ. ഇപ്പോൾ നമ്മളെ അവൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് അവൽ കയ്യിലെടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും ഒന്ന് പൊടിഞ്ഞ് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമുക്ക് അവൽ റോസ്റ്റ് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മൾ അവൽ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് തണഞ്ഞ് കിട്ടുന്നവരെ മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പൊടിച്ച ശർക്കര എടുക്കുന്നതുകൊണ്ട് അധിക സമയമൊന്നും എടുക്കില്ല, ഇത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഈ ഒരു പലഹാരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ശർക്കര ആയിരിക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ശർക്കര എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശർക്കരപ്പാനി നന്നായിട്ട് ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് തിളപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ അതിലത്തെ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം കുക്ക് ചെയ്തിട്ടെടുക്കാം. നമുക്ക് തേങ്ങ ഒന്ന് സോഫ്റ്റായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. തേങ്ങ ഒക്കെ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അവലിട്ട് കൊടുക്കാം. അവലിട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിനിത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അവലിൻ്റെ ക്രിസ്പിനെസ് പോവാത്ത രീതിയിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ, തേങ്ങയും ശർക്കരയും അവലും ഒക്കെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് പഴം ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പഴം ഒട്ടും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാൻ. ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്കിത് കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് പഴത്തിൻ്റെ ബൈറ്റ്സ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവലും തേങ്ങയും പഴവും ശർക്കരയും ഒക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കടലയും മുന്തിരി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം.
നട്ട്സ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ നമ്മൾ അവലുകൊണ്ട് ഉണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് അബ്ബാര ടേസ്റ്റാണ് കേട്ടോ. ഇത് അധിക പേർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും അറിയാത്ത പേരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ബിഗിനേഴ്സിന് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വൈകുന്നേര സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വളരെ എളുപ്പത്തിൽ അവൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.